കുമാരനാശാന്റെ ഒരു ലഘുകാവ്യമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് മാറ്റുവിൻ ചട്ടങ്ങളെ. വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ മലബാറിലെ പാലക്കാട് ജില്ലയിലെ ഏറനാട്ടിലെ ഒരു വിശാലമായ പാടശേഖരം. ആ പാടശേഖരത്തിനോർത്തായി പാഴ്മരങ്ങൾ വളർന്നു നിൽക്കുന്ന കുന്നിൻ ചെരുവിനടുത്തായി അതാ കാണുന്നു ഒരു പുല്ലുമാട. യാതൊരു ചന്തവുമില്ലാത്ത ശില്പചാതുര്യങ്ങൾ എത്തി നോക്കിയിട്ടില്ലാത്ത വൃത്തവും കോണും ചതുരവുമല്ലാത്ത മണ്ണ് കുഴിച്ചു വെച്ച ഒരു പുല്ലുമാട. ഒറ്റ നോട്ടത്തിൽ തന്നെ കുടിൽ ആരുടേതാണെന്ന് നമുക്ക് ഊഹിക്കാം. അതേ, ഒരു പുലിയെക്കുടിലാണത്. ദൈവം കുക്ഷിയിൽ കൊണ്ട കരിക്കാഴിയല്ലാതെ നിക്ഷേപമായി ഇവർക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ താമസിക്കുന്ന കുടിലിനും വലിയ ആർപ്പാടമൊന്നും കാണാനിടയില്ല. കുടിൽ ഹീനജാതിക്കാരുടേതാണെങ്കിലും അതിനകത്തിരിക്കുന്ന പെൺകുട്ടി ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. പേര് കേട്ട നമ്പൂതിരില്ലത്തെ അരുമ സന്താനം. പേര് സാവിത്രി അന്തർജൻ. ദൈന്യതയാർന്ന മുഖവുമായി കുടിലിന്റെ ഒരറ്റത്ത് മൂടി പുതച്ചിരിക്കുകയാണവൾ. തൊട്ടടുത്തായ മുളം കൂട്ടി ഒരു മൈനി ഇപ്പുണ്ട്. പുളിയക്കുള്ളിൽ നമ്പൂതിരി പെണ്ണ് എങ്ങനെ വന്നു, എന്തിനു വന്നു, അവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യം അവൾ തന്നെ മൈനയെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. എട്ടുകെട്ടി മിടങ്ങിട്ടും പടിയും പടിപ്പുരയും ചാവടിയും കളരിയും കാക്കും കുളം എല്ലാം ഉണ്ടായിരുന്ന ഒരു നമ്പൂതിരിമല. കണ്ണെത്താത്ത ദൂരത്ത് പറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളും പറമ്പുകളുമെല്ലാം അവിടുത്തെ വകയാണ്. മാതാപിതാക്കളുടെ വാത്സല്യവാചനമായി മനയുടെ മാണിക്യ വിളക്കായി അവൾ വളർന്നു വന്നു. സാവിത്രിക്ക് 18 വയസ്സായി. ഈ കാലഘട്ടത്തിനിടയിൽ കേരള ചരിത്രത്തിൽ രക്തരൂക്ഷിതമായ ഒരധ്യായം തുന്നിച്ചേർക്കപ്പെട്ടു. മാപ്പിള ലഹള. നമ്മുടെ കൽപ്പനാശക്തിയെ തോൽപ്പിക്കുന്ന ഭയങ്കരങ്ങളും പൈശാചികങ്ങളുമായ സംഭവങ്ങൾ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ കൊടുങ്കാറ്റായി രൂപാന്തരപ്പെട്ടു. ബ്രിട്ടീഷുകാരോടുള്ള പകയും മതപരമായ അന്ധതയും കൂടി ഒരു വിഭാഗം ആളുകളുടെ ബുദ്ധിശക്തിയെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഈ കാലഘട്ടത്തിന്റെ ഒരു ദിവസം ഏറനാട്ടിലെ നമ്പൂതിരിമലയുടെ മുകളിൽ ഉദിച്ചു നിന്നിരുന്ന അർദ്ധചന്ദ്രൻ കാർമേഘങ്ങൾ കുഴിയിൽ മറന്നു നേരെ പാതിരിയോടടുക്കുന്നു. ആകാശത്തങ്ങിങ്ങായി ചില നക്ഷത്രങ്ങൾ മാത്രം കൺമിഴിച്ചു നിൽക്കുന്നു. മലയുടെ കുറിച്ചങ്ങനെ അതിഭയങ്കരമായ ആരംഭം കേൾക്കുന്നു. കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും കുന്തങ്ങളും വടിവാളുകളുമായി ഒരു കൂട്ടം ജനങ്ങൾ മലയിലേക്ക് പാഞ്ഞു വരികയാണ്. താടിയും തൽഭാവമുള്ള ചില തനിമാനന്മാരുടെ കയ്യിൽ തോക്കുകളും ഇരിപ്പുണ്ട്. ബഹളം കേട്ട് സാവിത്രി അന്തർജൻ ഞെട്ടിപ്പിടിച്ച് എഴുന്നേറ്റു. അവൾക്കൊന്നും മനസ്സിലായില്ല. ഈ ലോകം തന്നെ തകർന്ന ഭൂകമ്പമാണോ ഇതെന്ന് തോന്നിപ്പോയി. അവൾ ജലപാളിയിലൂടെ മുറ്റത്തേക്ക് നോക്കി. ഇരുമ്പ് കോളുകൾ മഴയുടെ വാരി ഇടിച്ച് നിൽക്കുകയാണ്. കട്ടിയുള്ള കഥവുകളെ ചിലർ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കുന്നു. 4-5 പേർ ചേർന്ന് കാഴ്ചനെ പിടിച്ച് കൈകൾ പുറകെ കെട്ടി കുളിച്ചു നിർത്തുന്നു. ഒരുവൻ വാക്കത്തിയുമായി ഓടി വന്ന് കാഴ്ചത്തിന് ശിരസ് വെട്ടി നിലത്തിട്ടു. മഴയുടെ മുറ്റത്ത് മനുഷ്യച്ചോര കുത്തി വിളിച്ചു. അവർ മലയിലേക്ക് പാഞ്ഞു വരികയാണ്. സ്ത്രീജനങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് ഓടുന്നു. ചിലർ അവർ ഓടിച്ചിട്ട് പിടിച്ച് മുടിക്ക് ചുറ്റും പിടിച്ച് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അമ്മമാരില്ലാത്ത കശ്മീരന്മാർ പണവും പണ്ടങ്ങളും എല്ലാം കൊള്ളയടിക്കുകയാണ്. സാവിത്രിയുടെ വൃത്തായ മാതാപിതാക്കളെ അവർ പിടിച്ചു കിട്ടി.
കശാപ്പുർ മൃഗങ്ങളെ പോലെ എങ്ങോട്ടോ എന്നില്ലാതെ നടത്തിക്കൊണ്ടു. അവൾ വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. ശബ്ദം കേട്ടാൽ അവർ തന്നെയും വകവരുന്നു. ദീപത്തിന്റെ വെളിച്ചത്തിൽ അവൾ പലരുടെയും മുഖം വ്യക്തമായി കണ്ടു. പലരും മനക്കിലെ വൃത്തിജനങ്ങളാണ്, പലരും മനക്കിലെ പോലത്തെ പാലിയാരക്കാരാണ്. ദൈവമേ, എന്റെ ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ആകെ അമ്പരന്ന് നിന്ന് സാവിത്രി പിൻവാതിലൂടെ പുറത്തു ചാടി. അവൾ ഓടി ഓടി അടുത്തുള്ള സർപ്പക്കാവിലെത്തി. വള്ളികളും പുള്ളുകളും കെട്ടിപ്പടർന്നിടക്കുന്ന ആ കാവിലിരുന്നു കൊണ്ട് നോക്കിയാൽ തന്റെ മഴ കത്തിയിരിക്കുകയാണ്. തന്റെ തറവാടും ദേവാലയപുരിയും എല്ലാം കത്തിയിരിക്കുന്നു. എല്ലാം ഒരു അഗ്നിഗോളമായി ആകാശത്തേക്ക് ഉയരുന്നു. കിഴക്ക് വെള്ളം വീശുന്നതിന് മുമ്പ് തന്നെ അവൾ പിന്നെയും ഇറങ്ങി ഓടി. ഒടുവിൽ ഈ പുലിയക്കുടിലാണ് അവൾ അഭയം തേടിയത്. ഈ പുലിയക്കുടിലിന്റെ ഉടമസ്ഥനെ, ചാത്തൻ പുലിയനെ, ഒരു ദൈവത്തെ പോലെയാണ് അവൾ കണ്ടത്. മറ്റെങ്ങും കാണാൻ കഴിയാത്ത സ്നേഹസമ്പൂർണമായ ഹൃദയം ചാത്തനിൽ അവൾ കണ്ടു. ആ കുടിലിൽ ആകെ ഉണ്ടായിരുന്ന ഒരു തുണ്ടുപായ ചാത്തൻ അവൾക്ക് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ തണുത്ത തറയിൽ കൈതവുമില്ലാത്ത പൈതൽ പോലെ കിടക്കുന്നത് മറ്റാർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അവൾ പറഞ്ഞു, എന്റെ പുന്നാര മൈനെ, ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 1 മാസത്തോളമായി. ഞാനിനി മടങ്ങി ചെന്നാലും എന്റെ സമുദായക്കാർ എന്നെ സ്വീകരിക്കുകയില്ല. അവരെന്നെ ഒരു പുലിയെ കിടാത്തിയായേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, ഞാനും കൂടുകയാണ് ചാത്തനോടൊപ്പം ഈ കുടിലിൽ. നീയുമുണ്ടല്ലോ കൂട്ടിന്. ഞാൻ പാടത്തെ പണികളെല്ലാം പഠിക്കും. ഞാൻ നടാനും കള പറിക്കാനും കറ്റ കൊയ്യാനും എല്ലാം ഞാൻ പഠിക്കും. എന്റെ സർവസ്വമായ ചാത്തനെ ഞാൻ അക്ഷരം പഠിപ്പിക്കും. എഴുത്തും വായനയും പഠിപ്പിച്ച് വലിയ ആളാക്കിയിരുന്നു. ദാ വരുന്നു ചാത്തൻ പുലി. തന്റെ തമ്പുരാട്ടിയെ കഴിക്കാനുള്ള കായം കിഴങ്ങുമെല്ലാം ഒരു പൊതിയിലാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. ചാത്തൻ തന്റെ കുടിലിൽ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഒരു തീക്കുണ്ടമുണ്ടാക്കി കായം കിഴങ്ങുമെല്ലാം അതിലിട്ട് ചുട്ടെടുത്ത് തമ്പുരാട്ടിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ആ നമ്പൂതിരി പെണ്ണ് ചാത്തനെ നോക്കി പറഞ്ഞു, ചാത്തൻ പുലിയുടെ കൈക്ക് പിടിച്ച് അഗ്നിയെ ബലം വെച്ച് തന്റെ ജീവിത പങ്കാളിയായി തന്നോടൊപ്പം ചേർത്തു. ഈ ഖണ്ഡകവി വലിയ മഹാകവി മാനവരാശിയോട് പറഞ്ഞു, സ്നേഹത്തിന് തുല്യമായി മറ്റ് യാതൊന്നും തന്നെയില്ല ഈ ലോകത്ത്. മതങ്ങളും ജാതികളും ഉപജാതികളുമെല്ലാം സ്നേഹമെന്ന ആ അനശ്വര വികാരത്തിന് മുന്നിൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുക, എല്ലാ ജീവജാലങ്ങളെ സ്നേഹിക്കുക. നന്ദി, നമസ്കാരം.